എൻ്റെ എല്ലാ പണി ചെയ്യാനും ഞാൻ ഉപയോഗിക്കുന്നതേ ഈ അലക്കുകല്ല് തന്നെയാണ്. ഇതെനിക്ക് ഈസിയാണ്, ആക്സസിബിളാണ്, പിന്നെ ഹൈറ്റും കറക്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്യുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. എൻ്റെ ഈ അലക്കുകല്ലിനെ ഇപ്പോൾ അലക്കാനുള്ള യൂസല്ല, ഒരു ടേബിൾ ടോപ്പിൻ്റെ യൂസാണ് ഞാനിപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ചെടിയെ ഇപ്പം നല്ല തഴച്ചു വളർന്ന് നല്ലപോലെ നിൽക്കുകയാണ്. ഇതിനെ ഞാൻ റീപോർട്ട് ചെയ്യുന്നൊന്നുമില്ല. ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ കോക്കോപോളിനെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഈ വള്ളിച്ചെടികൾ കയറ്റിവിടാൻ പറ്റിയ സാധനമാണിത്. കഴിഞ്ഞ ദിവസമേ ഹോർട്ടികോപ്പ് സൊസൈറ്റി പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ കോക്കോപോള്. ഇതിൻ്റെ അകത്തെല്ലാം ചകിരിച്ചോറ്, എന്നിട്ടൊരു തിൻ നെറ്റ് ഇട്ടിട്ട് കെട്ടിയിരിക്കുകയാണ്. ഇതിന് 130 രൂപയാണ്. അപ്പോൾ എന്താണേലും നമ്മൾ ചെടി നടുവല്ലേ, അപ്പോൾ ഇതേ കുറച്ച് വളവും കൂടി ഉണ്ടാക്കി. നമ്മുടെ ചാണകം, ചകിരിച്ചോറ്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി നമ്മുടെ കോക്കോപോൾ എടുത്തിട്ട് നടുക്കൊന്ന് കുത്തി ഇറക്കാമോ എന്ന് നോക്കാം. യെസ്, ഒരു പ്രഷർ കൊടുത്തപ്പം ഇത് താഴോട്ടങ്ങ് പോയി. കുറച്ച് വേരുകൾ പൊട്ടിക്കാണും, എന്നാലും ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ ഇങ്ങനെ നിൽപ്പുണ്ട്. ഒത്ത നടുക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഇവരെയൊക്കെ ഇതിലൂടെ ചുറ്റി കൊടുക്കാം. ഇതൊക്കെ നല്ല വലുതായിട്ട് നിൽക്കുകയാണ്. ഓരോരുത്തരെയായിട്ട് തട്ടാതെ ഉടയാതെ മുറിയാതെ പതുക്കെ എടുത്ത് ചുറ്റി ഒരു ചെറിയ കയറിട്ട് കെട്ടി കൊടുത്താണ് കൊണ്ടുപോകുന്നത്. കാരണം ഇവർ താഴോട്ട് ഹാങ് ചെയ്ത് നിന്നുകൊണ്ട് ഇവരുടെ ഗ്രോത്ത് എല്ലാം താഴോട്ടാണ്. ഇനി ഇതിനെ മുകളിലോട്ടാക്കേണ്ടതുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ ഇവരെ ഇങ്ങനെയാക്കി. ഇത് കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഒടിയും. കാരണം ഇവരങ്ങനെ നിന്നവരായതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് നേരെ നിൽക്കാൻ പറ്റില്ല. കുറച്ച് വളം കൂടി ഇട്ടേക്കാം, കുറച്ച് വെള്ളവും കൂടി സ്പ്രിങ്കിൾ ചെയ്തേക്കാം. യെസ്,